കോഴിക്കോട് തൊണ്ടയാട് മണ്ണിടിഞ്ഞ അപകടം. ഒരാൾ മണ്ണിനടിയിൽ കുടുങ്ങിയതായി സംശയം. മണ്ണിടിഞ്ഞ കെട്ടിടത്തിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒരു മണിക്കൂർ മുൻപാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ വളരെ ഒരു ഭീകരമായ ഒരു സാഹചര്യം എന്ന് പറയാൻ പറ്റും. കാരണം കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. നേരത്തെ തന്നെ ഇവിടുത്തെ അപകടാവസ്ഥ നാട്ടുകാർ പലതവണ അധികൃതരെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഒരാൾ ഇതിനകത്ത് പെട്ടതായാണ് സംശയിക്കുന്നത്. അവരെ കണ്ടെത്താനുള്ള ഇതിനകത്ത് ഉൾപ്പെട്ടയാളെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അഗ്നിരക്ഷാസേന അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ രക്ഷാ ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ മണ്ണിടിഞ്ഞു വീണ ഭാഗത്തെ കല്ലുകളും മറ്റും എല്ലാം തന്നെ ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ ഒരു നിർമ്മാണത്തിനെതിരെ നേരത്തെ തന്നെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. ഈ നിർമ്മാണം അശാസ്ത്രീയമാണ് എന്നതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നാട്ടുകാർ അന്ന് പരാതി നൽകിയിരുന്നത്. എന്നാൽ ആ പരാതികളൊന്നും തന്നെ അധികൃതർ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാന ആക്ഷേപം. ഇപ്പോഴിതാ അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ രക്ഷാ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നാട്ടുകാർ പറയുന്നത് പോലെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. ഇപ്പോൾ പ്രദേശവാസി ഉണ്ട്. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? ഇത് ഒരു മണിക്കൂർ മുമ്പാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഇപ്പോൾ 3 തവണ ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 2-3 തൊഴിലാളികൾ ജോലി എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2 ആൾക്കാർ രക്ഷപ്പെട്ടു. ഒരാൾക്കാർ ഇതിനകത്ത് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 1.5 വർഷം മുമ്പ് ഇവർ ഈ സ്ഥലം എടുത്ത സമയത്ത് തന്നെ നമ്മളെ വാർഡ് കൗൺസിലറാണിത്, ഞാൻ മുൻ കൗൺസിലറാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് ഈ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അശാസ്ത്രീയമായ മണ്ണെടുക്കലിന് എതിരായിട്ട് ഞങ്ങൾ സംസാരിച്ചതാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, വഴിയിൽ നിന്ന് 5 മീറ്റർ വിട്ടിട്ടാണ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് ധരിപ്പിച്ച അങ്ങനെയാണ്. പക്ഷെ അതിന് ശേഷം ഈ വർക്ക് നടക്കുന്ന സമയത്ത് ഞങ്ങൾ പലതവണ വന്നു, വില്ലേജ് ഓഫീസർക്ക് പരാതി കൊടുത്തു. അവരൊക്കെ ഇവിടെ വന്ന് നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് പോലും ഇവിടെ നിർത്തിയില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ കൗൺസിലറും ഞാനും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും ഇവരായി ചർച്ച നടത്തി വർക്ക് തൽക്കാലം നിർത്തിവെക്കണം, ഇവിടെ ഇനി ഒരു നിർമ്മാണ പ്രവൃത്തി നിങ്ങൾ നടത്താൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇവർ നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കാതെ ആ പ്രവൃത്തി നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇവർ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന 3 പേർ എന്ന് പറയുന്നത് മലയാളികളാണോ? അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അതിൽ 2 ആൾക്കാർ പുറത്തുണ്ട്, ഒരാളാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് അവരെ കാലെന്തോ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫയർഫോഴ്സും പോലീസും ഒക്കെ തന്നെ കാര്യമായ രൂപത്തിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. ഈ വാർഡ് കൗൺസിലർ കൂടിയുണ്ട്. നാട്ടുകാർ പലതവണ പരാതി നൽകിയിരുന്നു ഈ ഒരു അശാസ്ത്രീയ നിർമ്മാണത്തെക്കുറിച്ച് എന്നാണ് നാട്ടുകാർ വിളിച്ചപ്പോൾ പറയുന്നത്. അത് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് അനുസരിച്ചിട്ട് ഇവിടെ അന്ന് മണ്ണെടുത്ത സമയത്ത് തന്നെ അതിൽ ഇടപെടുകയും നിർത്തിവെക്കാൻ പറയുകയും ചെയ്തിട്ടാണ്. പിന്നെ കുറച്ചു കാലം ഒരു നിർത്തി വെച്ചിട്ടുണ്ട്, പണി തുടങ്ങിയിട്ടില്ല. പിന്നെ വീണ്ടും പണി തുടങ്ങിയ സമയത്താണ് ഞങ്ങൾ വീണ്ടും പറഞ്ഞു പണി നടത്താൻ പാടില്ല, എന്നുവെച്ചാൽ അപകടമാണ്, കുത്തനെയാണ് ഒരു മണ്ണ് ഇടിച്ചിട്ടുള്ളത്. അങ്ങനെ വീണ്ടും ആവശ്യപ്പെട്ടിട്ട് പോലും ഇപ്പം അങ്ങനെ 2-3 ആഴ്ച മുന്നെയാണ് വീണ്ടും വരുന്നത്. റെസിഡൻസ് അസോസിയേഷൻ പിന്നീട് പറഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ ഒരിക്കലും കൂടെ വന്ന് നിർത്തിവെക്കണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് വീണ്ടും ഇന്ന് പണി തുടങ്ങിയത് കൊണ്ടാണ് ഈ ഇടിച്ചിൽ വന്നത്. അതിന് റവന്യൂ അധികൃതരും ഇവിടെ വന്ന് പരിശോധിച്ച് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചുള്ള ഈ നിർമ്മാണത്തിനെതിരെ നിങ്ങൾ കൗൺസിലർ എന്ന രീതിയിൽ ഇനി പരാതിയുമായിട്ട് പോവണമല്ലോ. നമ്മൾക്ക് എന്താ വെച്ചാൽ നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കൃത്യമായിട്ടും നമ്മളത് അതിൻ്റെ ഇപ്പം നമ്മൾ കോർപ്പറേഷൻ ഓഫീസിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയറെയൊക്കെ കാര്യങ്ങൾ ധരിച്ചിട്ടുണ്ട്. അവിടുത്തെ എഞ്ചിനീയേഴ്സ് ഇപ്പം അവിടുന്ന് വരും, അവർ വന്ന് നോക്കിയതുമാണ്. അപ്പം അങ്ങനെ നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് പോലും അവർ തുടരുക എന്ന് പറയുമ്പം എന്തായാലും അതുമായിട്ടുള്ള നടപടിയിലേക്ക് ഞങ്ങൾ നിർബന്ധമായിട്ടും പോകും. എന്തായാലും ഈ ഒരു സംഭവത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് കൗൺസിലറും മുൻ കൗൺസിലറും ഒക്കെ അറിയിക്കുന്നത്. നമുക്ക് ആ ഒരു വീട് ഇപ്പോൾ നിൽക്കുന്നത് കാണാം, വളരെ അപകടാവസ്ഥയിലായി നിൽക്കുന്നത് കാണാം. ഇനിയും മണ്ണിടിച്ചൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പരിസരങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നത്.
ഈ നിർമ്മാണം നടക്കുന്നതിന്റെ മറ്റൊരു ഭാഗത്ത് ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ച് വെച്ചതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്യധികം അപകടകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല ഈ അപകടത്തിൽ അകപ്പെട്ട എന്ന് സംശയിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കാൽ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അയാളെ കണ്ടെത്താനുള്ളൊരു ഊർജിതമായൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഗ്നിരക്ഷാസേനയും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ സിവിൽ ഡിഫൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഊർജിതമായി മറ്റ് ഡ്രില്ലർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ പാറയും മറ്റും ഒക്കെ കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. റിയാസ്, ഈ ഒരു ഞായറാഴ്ചയാണ് ഇന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു അപകടം നടക്കുന്ന പ്രദേശത്ത് ഈ ഒരു നിർമ്മാണം നടക്കുന്ന ഒരു സ്ഥലമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു നിർമ്മാണം നടക്കുന്നിടത്ത് ഇപ്പോൾ 2 പേരെ രക്ഷപ്പെടുത്തി എന്നടക്കം പറയുന്നുണ്ട്. എന്നാലും ഈ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ മറ്റു ആളുകൾ എന്തെങ്കിലും ഈ ഒരു മറ്റു തൊഴിലാളികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ ഒരു 3 പേര് മാത്രമായിരുന്നോ നിലവിൽ അവിടെ നിർമ്മാണത്തിലുണ്ടായിരുന്നത്? 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിൽ തന്നെ 2 പേർ ഈ അപകടം നടന്ന ഉടൻ തന്നെ അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ 3ാമത്തെ ആൾ ഇതിനിടയിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇവിടെ പരിസരവാസിയായ മറ്റൊരാളുണ്ട്. ചേട്ടാ, അപകട സമയത്ത് കണ്ടിരുന്നു? അതിന്റെ തൊട്ട് കഴിഞ്ഞേരെ കണ്ടത് 2 തവണ ഇടിഞ്ഞി, 3ാം തവണ ഇടിഞ്ഞി നേരവും ഇവിടെ ഉണ്ട് സ്ഥലത്ത്. 2 ആൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ 2 ആൾ പുറത്തുണ്ട്, 1 ആൾ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് വ്യക്തമായിട്ട് അയാൾ പറഞ്ഞു. അയാളെ ഒപ്പരം പണിയെടുത്ത ആളുകൊണ്ട് ഫയർഫോഴ്സിനും പോലീസിനും ഒക്കെ കാട്ടിക്കൊടുത്ത് അതിൻ്റെ ഇത് എത്രയോ കാലം മുന്നേ ഞങ്ങൾ ഈ വഴീൻ്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞതാ, എടുക്കരുത് ഒരു 2 മീറ്റർ വെച്ചിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത് ഷീറ്റിട്ട് പിന്നീട് കുറേശ്ശെ ഷീറ്റിൻ്റെ അടുത്ത് എടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അടുത്ത ദിവസം മഴ ഇതുവരെ നിർത്തിവെക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ കേട്ടില്ല. കൗൺസിലറും വേണ്ടപ്പെട്ട ആളുകളും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകൾ ഈ പരിധിയിലുള്ള. അപ്പോൾ നമ്മൾ പലതവണ വിലയായിട്ട് ഇടപെട്ടിരിക്കുന്നത്. ആരും എന്ത് ഓണറും ഉണ്ടാവില്ല, എഞ്ചിനീയറും ഉണ്ടാവില്ല, കാര്യപ്പെട്ട ആളുകളൊന്നും നമ്മളൊന്നാൽ കാണൂല. പണി എടുക്കുന്ന ആളുകളെ മാത്രമേ ഉള്ളൂ കാണുക. ഇത്ര നമുക്ക് അറിയാലേ. ഇന്നിപ്പോൾ 3 തവണ ഇടിഞ്ഞു. ഓ, 3 പ്രാവശ്യം ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ പ്രാവശ്യത്തെ ഇടിച്ചില്ല. കോഴിക്കോട് മണ്ണിടിഞ്ഞ് നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞിരിക്കുന്നത്. റിയാസിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം.